إن الحمد لله حمدا كثيرا طيبا مباركا فيه، الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇംഗ്ലീഷും കലണ്ടറും പ്രകാരം ഒരു വർഷം കൂടെ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 2024 കലണ്ടറുകൾക്ക് മുകളിൽ 2025 കലണ്ടറുകൾ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. പുതിയ ഒരു വർഷത്തെ എങ്ങനെ വരവേൽക്കണം എന്ന ധാരാളക്കണക്കിന് ചിന്തകളുമായി ഒട്ടേറെ ആളുകൾ നടക്കുന്നുണ്ട്. പല പ്ലാനിങ്ങുകളും പല ആസൂത്രണങ്ങളും ചർച്ചകളും ചിന്തകളും ഒക്കെയായി അവർ തിരക്കിലാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ നിമിഷവും ഒക്കെ വിലപിടിപ്പുള്ളതും പ്രിയപ്പെട്ടതും കൃത്യമായി ഉപയോഗിക്കേണ്ടതും നല്ല പ്ലാനിംഗ് ആവശ്യമുള്ളതൊന്നുമാണ്. അത് വർഷം മാത്രമല്ല, അത് മാസങ്ങളും അങ്ങനെയാകണം, ദിവസങ്ങളും അങ്ങനെയാകണം എന്നർത്ഥം. എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി
ഒരു വർഷത്തെ സ്വീകരിക്കേണ്ടത് നമുക്കൊന്നും സംശയമില്ല. കഴിഞ്ഞൊരു വർഷത്തെ അപാകതകളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി അതൊക്കെ പരിഹരിക്കണം എന്നൊരു ചിന്തയും പ്രതിജ്ഞയും നമുക്കുണ്ടാകണം. കഴിഞ്ഞൊരു വർഷത്തെ നന്മകളുടെ കുറവുകൾ നോക്കി അതും പരിഹരിക്കണം, വർദ്ധിപ്പിക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് 2024 മെച്ചപ്പെട്ട ഒരു വർഷമായി 25 കാണാനും സ്വീകരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ധാരാളമായി നമുക്കുണ്ടാകേണ്ടത് ഈ ദുനിയാവിൽ ഞാനൊരു വിരുന്നുകാരനാണ് എന്ന ബോധമാണ്. ഞാൻ എപ്പോഴും ഇവിടെ നിലനിൽക്കേണ്ടവനാണ്, ഉണ്ടാകുന്നവനാണ് എന്ന ചിന്ത വന്നാലാണ് നന്മയുടെ ഭാഗത്തെ അമലുകൾ ഗണ്യമായി കുറയുക. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പോകേണ്ടവനാണ് എന്ന ചിന്തയുണ്ടായാൽ ദുനിയാവിൽ പലതും കുറഞ്ഞാലും നന്മയുടെ ഭാഗം എമ്പാടും കനം തൂങ്ങുന്ന ഒന്നായിട്ടും മാറും. ധാരാളമായി ആ ഒരു പോക്കിനെ ഓർക്കണമെന്നാണ് പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അൻ അബീ ഹുറൈറത ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ ആസ്വാദനങ്ങളെയും സുഖാസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ മരണത്തെ ധാരാളമായി ഓർക്കുന്നവനാണ് ബുദ്ധിമാൻ. ഒരു സ്വഹാബി റസൂലിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, റസൂലേ ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ആരാണ് വിശ്വാസികളിൽ ബുദ്ധിമാൻ? ബുദ്ധിമാനായ വിശ്വാസി ആരാണെന്ന ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചത് എന്താ അറിയോ? അക്സറുഹും ലിൽ മൗതി ദിക്റ, ആരാണോ ധാരാളമായി മരണത്തെ ഓർക്കുന്നവൻ അവനാണ് ബുദ്ധിമാനായ വിശ്വാസി. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിന് ശേഷമുള്ളതിനു വേണ്ടി ധാരാളമായി പണിയെടുക്കുന്നവനാരാണോ, ഒരുങ്ങുന്നവനാരാണോ, ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, പുതിയ മാസം, പുതിയ വർഷം ഏതൊക്കെ കടന്നുകൂടിയാലും നമ്മുടെ അടുത്ത് വന്നാലും ഏറ്റവും നന്നായി മരണത്തെ ഓർക്കുന്നവനും ആ മരണത്തിന് ശേഷമുള്ളതിനു വേണ്ടി ധാരാളം പണിയെടുക്കുന്നവനും അവനാണ് ബുദ്ധിയുള്ള വിശ്വാസി എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ വിവിധ തരം യാത്രകൾക്കൊക്കെ വേണ്ടി ഒരുങ്ങുന്നവരാണ്. ഹജ്ജ് വരുമ്പോൾ ഹജ്ജിന് വേണ്ടി, ഉംറ വരുമ്പോൾ ഉംറക്ക് വേണ്ടി, വിനോദയാത്രകൾ വരുമ്പോൾ അവകൾക്ക് വേണ്ടി, അങ്ങനെയൊക്കെ തീയതി അറിയുന്ന കുറെ കാര്യങ്ങൾക്ക് വേണ്ടി നന്നായി ഒരുങ്ങും. തീയതി അറിയാത്ത മരണത്തിന് വേണ്ടി എത്രയാളുകൾ, നമ്മിൽ എത്ര പേർ ശ്രദ്ധയോടെ ഒരുങ്ങാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അറിയില്ലല്ലോ, എന്നാന്ന് പോലും അറിയില്ല. അപ്പൊ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ എന്റെ സ്കൂളിൽ ഒരു ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ 2 ദിവസത്തിന് ശേഷം ആ ടീച്ചർ മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പൊ അത്ര പെട്ടെന്ന് കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരാൾ അപ്രത്യക്ഷനാകുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അയൽവാസിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുന്നു. പുതിയ രൂപം, പുതിയ ഭാവം, നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ, അറിയാത്ത രൂപങ്ങളിൽ വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്നിങ്ങനെ പലരും വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാണ് എല്ലാ സുഖാസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ നമ്മൾ ഓർക്കണം. എന്തിനാ ഓർക്കണത്? പേടിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രവർത്തിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നവനാണ് ബുദ്ധിയുള്ള വിശ്വാസി. പ്രിയപ്പെട്ടവരെ, അപ്പോ തീയതി അറിയാത്ത ഒരു യാത്രക്ക് വേണ്ടി നന്നായി ഒരു മുന്നൊരുക്കം നമ്മളിൽ ഉണ്ടാകണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതിന് ചില ചിന്തകൾ നമുക്ക് വേണം. അതിലൊന്ന്, എല്ലാവരും മരണപ്പെടുന്നുള്ള ചിന്തയാണ്. എല്ലാവരും മരിക്കും. അപ്പൊ പിന്നെ പേടിയും ബേജാറും കൊണ്ട് കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അല്ലേ? എല്ലാവരും മരണം എന്നതിനെ രുചിക്കും എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാൻ 185-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടോ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് അന്ത്യദിനത്തിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, ആനയിക്കപ്പെടുന്നത്, അവൻ വിജയിച്ചു. ഫഖദ് ഫാസ, ഫൗസുൻ എന്ന് പറഞ്ഞ മഹത്തായ വിജയത്തെ പറഞ്ഞത് സ്വർഗത്തെ പറ്റിയിട്ടാണ്.
നരകത്തിൽ നിന്ന് ആരാണോ കഴിച്ചിലായി സ്വർഗത്തിലേക്ക് എത്തുന്നവൻ, അത് നമ്മുടെ ദുനിയാവിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണല്ലോ, അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹ് അവിടെ ആഡ് ചെയ്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? ദുനിയാവിനെ പറ്റി പറഞ്ഞിട്ടാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളിട്ടോ, ദുനിയാവ് വഞ്ചനയുടെ ചരക്കാണ്, വഞ്ചനയുടെ വിഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു ഉണർത്തൽ നമുക്ക് നൽകുന്നുണ്ട്. ഇനിയോ, ഒന്ന്, എല്ലാവരും മരിക്കും. രണ്ട്, എവിടെ ആയാലും മരണം നമ്മളെ പിടികൂടി. എവിടെ ആയാലും നമ്മൾ ഈ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോ സേഫ്റ്റി ഉള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സേഫ്റ്റി മെഷർമെന്റിന് വേണ്ടിയിട്ട്, ഫെസിലിറ്റികൾക്ക് വേണ്ടിയിട്ട് ആ വാഹന നിർമ്മാതാക്കൾ അതിന് പ്രത്യേകമായി വില ഈടാക്കുന്നുണ്ട്, അല്ലേ? മിനിമം എയർ ബാഗ് മുതൽ തുടങ്ങിയിട്ട് അങ്ങനെ കുറെ സംഗതികൾ. അപ്പോ അത് ഒരു വാഹനത്തിന്റെ വിഷയം മാത്രമാണ്. നമ്മളെ വീട് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓരോ സംഗതികളും സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ, അല്ലെ, ഫയർ ആൻഡ് സേഫ്റ്റി, ഇങ്ങനത്തെ കുറെ സംഗതികൾ, നിയമം തന്നെ നിഷ്കർഷിക്കുന്ന കുറെ സംഗതികളുണ്ട്. സത്യത്തിൽ ഇതൊക്കെ എന്തിനാണ് ആലോചിച്ചൊക്കെ? ഇതൊക്കെ എന്തിനാ? അപകടം വരാതിരിക്കാനാണ്. അപകടം വന്നാൽ അതിന്റെ മാക്സിമം എന്താ സംഭവിക്കുക? മരണമാണ് സംഭവിക്കുക. അപ്പൊ നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വാഹനം മുതൽ, വീട് മുതൽ, ബിൽഡിംഗ് മുതൽ ഓരോ സംവിധാനങ്ങളിലും സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിർബന്ധിതമായി നമ്മളെ, അല്ലേ, നിയമം വഴി അനുശാസിക്കുന്ന കുറെ സംവിധാനങ്ങൾ, നമ്മളായി നമ്മുടെ സ്വയം ഇഷ്ടത്തോടെ ചെയ്തു തീർക്കുന്ന കുറെ സംവിധാനങ്ങൾ, സുരക്ഷകൾ. അപ്പൊ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും, ഇതൊന്നും വേണ്ടെന്നല്ല കേട്ടോ, പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിച്ചാലും നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും, സമയമായ പിടികൂടും. എന്നിട്ട് അതിന്റെ ബാക്കി പറയുന്നത് അന്ന്, അല്ലെ, അറബികൾക്ക് മനസ്സിലാകുന്ന വലിയൊരു സംഗതി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിലും ശരി. അന്നിപ്പോ എയർ ബാഗ് പറഞ്ഞിടത്തോൾക്ക് മനസ്സിലാവില്ലല്ലോ. കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സേഫ്റ്റിയാണ്, സുരക്ഷയാണ്, അല്ലേ? അങ്ങനത്തെ ഒരു കോട്ടക്കുള്ളിലാണെങ്കിലും ശരി, മരണത്തിന് സമയമായാൽ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞു വെക്കാണ് പ്രിയപ്പെട്ടവരെ. എന്ന് പറഞ്ഞാൽ മറ്റു എന്തൊരു സേഫ്റ്റി നമ്മൾ എത്ര കരുതിയാലും, ചില ആളുകൾ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ട അങ്ങനെ പറയാറുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആ വാഹനം എടുക്കണ്ട, ഇതെടുത്തോട്ടെ, സ്കൂട്ടറുമ്മ പോകണ്ട, കാറിൽ പോയിക്കോട്ടെ, ഇങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്ന കുറെ ന്യായങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. സമയമായാൽ എവിടെയാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടും. അപ്പൊ അതിൽ നിന്ന് ഓടി ഒളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സൂറത്തുൽ ജുമുഅ 8-ാമത്തെ വചനം, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നമ്മൾ എത്ര കണ്ടു ഓടി ഒളിച്ചാലും ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ മീറ്റ് ചെയ്യുക തന്നെ ചെയ്യും, കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യാദൃശ്യങ്ങൾ കൃത്യമായി അറിയുന്ന പടച്ചറമ്പിലേക്ക് നിങ്ങളെ പിന്നെ മടക്കുകയാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അവൻ നിങ്ങളെ അറിയിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത് എന്ന്. എല്ലാം കൃത്യമാണ്, എല്ലാം ക്ലിയറാണ്. എവിടെയായാലും പിടികൂടും, ഓടിയൊളിക്കാൻ കഴിയൂല. അത് കോട്ടകൾക്കുള്ളിലാണെങ്കിലും ശരി, സമയമായാൽ ഓരോ ആത്മാക്കളും രുചിക്കേണ്ട, തീയതി അറിയാതെ, ക്ഷണിക്കപ്പെടാതെ വന്നെത്തുന്ന അതിഥിയാണ് മരണം. ഇനിയോ, അതിന്റെ സമയമായി കഴിഞ്ഞാൽ അത് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് നമ്മളെ പിടികൂടുമെന്നാണ്. ഒരു ഡിലേയും വരുത്തൂല. നമുക്കല്ലേ, മനുഷ്യന്മാർക്കല്ലേ പല സംഗതികളും ഡിലേ വരുത്തി ശീലമുള്ളൂ, അല്ലെ? നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ചിലപ്പോ വൈകി എത്തുന്നു. വാഹനം എടുക്കേണ്ട സമയത്തിലെ ട്രെയിന് 12:05 എത്തേണ്ടത്, പക്ഷെ 12:25 എത്തുന്നത്. കാരണം ഓടിക്കുന്നത് നമ്മളാണ്. അല്ലെങ്കിൽ പല, അല്ലെ, ടെക്നിക്കലി എററുകൾ സംഭവിക്കുന്നു, മെഷർമെന്റുകളിൽ പാളിച്ചകൾ സംഭവിക്കുന്നു. പക്ഷെ മലക്കുകളെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ് പടച്ചോൻ. ഒരു ഡിലേ ഉണ്ടാവില്ല എന്നാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നമ്മുടെ സമയമായാൽ നമ്മുടെ റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്, അത് ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് റൂഹിനെ പിടിക്കുകയും റബ്ബിലേക്ക്, സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, അല്ലാഹുവിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുപോവുകയും ചെയ്യും. സൂറത്തുൽ സജ്ദ
സൂറത്തുൽ അൻആമിന്റെ 61-ാം വചനത്തിൽ പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലനാ വഹും ലാ യുഫരിതൂൻ. നിങ്ങളുടെ സമയമായി കഴിഞ്ഞാൽ, മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ ദൂതന്മാർ അവനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നതാണ്. നമ്മുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവനെ പൂർണ്ണമായി ഏറ്റെടുക്കും. വഹും ലാ യുഫരിതൂൻ. അവർ ആ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു വീഴ്ചയും വരുത്തൂല. ടൈം ടു ടൈം, സെക്കൻഡ് ടു സെക്കൻഡ്, വളരെ കൃത്യമായി എവിടെ എപ്പോ എങ്ങനെ അതവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഏൽപ്പിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ മനുഷ്യന്മാരല്ല. അതുകൊണ്ട് ഒരു തരത്തിലും ഡിലേ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു മാറ്റം, സമയത്തിൽ മാറ്റം, തീയതിയിൽ മാറ്റം ഒന്നും നടക്കൂല എന്ന് വളരെ കൃത്യമായി ഓരോരോ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കാണ്. മരണസമയത്ത് നിന്ന്, ഒരു ആയുസ്സിൽ നിന്ന് ഒരു ദിവസമോ ഒരു നിമിഷമോ മുന്തിക്കൂല്ല, പിന്തിക്കൂല്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നമുക്കൊക്കെ സുപരിചിതമായ ആയത്തുകളാണ് സൂറത്തുൽ മുനാഫിഖൂൻ അല്ലേ. സമയം വളരെ കൃത്യമായിരിക്കും. അത് പിന്നോട്ടോ മുന്നോട്ടോ ഒന്നും സംഭവിക്കില്ല. എപ്പോഴാണ് എവിടെയാണ് മരണം അത് നമുക്കറിയൂല അല്ലേ. ശരിക്കും അത് നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണെങ്കിൽ ഇത്രയും സ്വസ്ഥത നമുക്ക് ഉണ്ടാവില്ല. ഒരു സ്വസ്ഥതയോടെ നമുക്ക് ജീവിക്കാനും കഴിയൂല അല്ലെ. ഇന്ന തീയതിയിൽ ഇന്ന സമയത്ത് ഞാൻ മരിക്കോലോ എന്ന് ആലോചിച്ചാൽ അത് എത്ര വർഷം മുമ്പിലേക്കാണെങ്കിലും നമ്മുടെ സ്വസ്ഥത അതോടുകൂടി പോകും. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയൊരു നിഅമത്താണ് മരണത്തീയതി നമുക്ക് അറിയുന്നില്ല, അറിയിച്ചു തന്നിട്ടില്ല എന്നുള്ളത്. നമ്മൾ ചിലപ്പോ പണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അതും കൂടി ഒന്ന് അറിയണമായിരുന്നു അല്ലെ, എന്നാണ് എവിടെയാണ് എപ്പോഴാണെന്നൊക്കെ അല്ലേ. പക്ഷേ പടച്ചോൻ ചെയ്തുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സ്വസ്ഥതക്കും ഉള്ള കാലം സുഖജീവിതത്തിനു വേണ്ടിയിട്ട് അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈബ് വയഅലമു മാ ഫിൽ അർഹാം. അന്ത്യദിനത്തെ പറ്റി, മഴമേഘങ്ങളെ പറ്റി, ഗർഭാശയങ്ങളിൽ എന്താണുള്ളതിനെ പറ്റി, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുത്തുള്ള അറിവുകളാണ്, നമുക്കറിയൂല, പറഞ്ഞു തന്നിട്ടില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഭൂമിയിൽ ഏതൊരു സ്ഥലത്ത് വെച്ചാണ് നമ്മൾ മരണപ്പെടുക എന്നുള്ളത്, നാളേക്ക് വേണ്ടി നമ്മൾ എന്തൊന്നാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, ഇതൊന്നും നമുക്കറിയുന്ന കാര്യങ്ങളല്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനുമാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കർമ്മങ്ങളെ ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. ലഭ്യമായ ആയുസ്സിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചും അത് കാംക്ഷിച്ചും ചെയ്യാൻ കഴിയുന്നതൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. നബിയെ, എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു വന്ന ഒരു സ്വഹാബിയോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസ്വല്ലി സ്വലാത മുവദ്ദിഇൻ എന്നാണ്. എടാ, നീ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴേ നിന്റെ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് ഈ നിസ്കരിക്കാൻ പോകുന്നത് എന്ന ചിന്തയിൽ നീ നിസ്കരിച്ചു നോക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി കൊടുത്ത ഉപദേശം, ആ നമസ്കാരം 10 മാറ്റ് പവിത്രതയുള്ളതായി തീരും. ഉറപ്പാ അല്ലേ? നമ്മുടെയൊക്കെ നമസ്കാരത്തിൽ ഖുശൂഇന്റെ കുറവ് അല്ലെ. ളുഹർ കഴിഞ്ഞാൽ അടുത്ത ളുഹറുണ്ട് അല്ലെ. ഇപ്പൊ സ്ഥിരം ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മളെ ശ്രദ്ധ പോകുന്നുണ്ട്, നമ്മൾ അലസന്മാരാകുന്നുണ്ട്, നമ്മൾ മടി വരുന്നുണ്ട്, കോട്ടുവായ വരുന്നുണ്ട്, എന്താണ് പറയുന്നത് എന്ന് ഓർക്കുന്നില്ല. ഏത് സൂറത്താ നമസ്കാരം സലാം വീട്ടിട്ട് ശരിക്കും ആലോചിച്ച് നോക്കൊണ്ടു. അസറിൽ ഇപ്പൊ ഞാൻ 2 റക്അത്തിൽ ഏതൊക്കെ സൂറത്ത് ഓതിയത് കിട്ടൂല ചിലപ്പോ. കാരണം അത്ര ഭയങ്കര ശ്രദ്ധയോടെ നിസ്കരിച്ചുകൊണ്ട് ആ സൂറത്ത് പോലും ചിലപ്പോൾ നമുക്ക് കിട്ടൂല. വെറുതെ പറയല്ലേ, നോക്കി വെക്കോളൂ, ഇന്ന് വേണ്ട വേറെ ദിവസം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ ശ്രദ്ധ ഉണ്ടാവണം. നബി പറഞ്ഞു കൊടുക്കണേ, അവസാനത്തെ നിസ്കാരാണ് ഈ നിസ്കരിക്കണത് എന്ന് ആ വിചാരത്തിലൊന്ന് നിസ്കരിച്ചു നോക്കിയാ അത് ഭയങ്കര ശ്രദ്ധയുള്ളൊരു നമസ്കാരമായിട്ട് നിനക്ക് മാറും. അപ്പൊ നമ്മുടെ ഓരോ നമസ്കാരവും ആ ചിന്ത നമുക്ക് ഉണ്ടായാൽ മതി. കാരണം അസർ കഴിഞ്ഞ അടുത്ത മഗ്‌രിബിനിടയിൽ ചിലപ്പോൾ ഞാൻ പോകും, എനിക്ക് മഗ്‌രിബ് നിസ്കരിക്കാനുള്ള ഒരു വിധി ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. മഗ്‌രിബ് കഴിഞ്ഞാൽ ഇശാ നിസ്കരിക്കുമ്പോൾ ഞാൻ അതിനെ പ്രതീക്ഷിക്കാം, പക്ഷെ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഓരോ നമസ്കാരവും നന്നാവുന്ന മാത്രമല്ല, എപ്പോഴും ഈ ഒരു ചിന്ത നമ്മൾ നമ്മുടെ ജീവിതത്തിലും കൊണ്ടു നടക്കാൻ കഴിയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ സന്ദർശിക്കാൻ പറഞ്ഞപ്പോഴും ഇതേ സംഗതിയാ പറഞ്ഞത്. എന്തിനാ ഖബർ സന്ദർശനം? സൂറു അൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ.
പരലോകത്ത് ഓർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അല്ലെ. ഇങ്ങനെ ഒരു 6 അടി മണ്ണിൽ ഞാനും ഒരു ദിവസം വന്നു കിടക്കേണ്ടവനാണ്. ഇവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പും ഒരു രക്ഷാശിക്ഷയുടെ ലോകവും ഒരു വിചാരണയും അതനുസരിച്ച് സ്വർഗനരകവും ഒക്കെ നൽകുന്ന ഒരു ലോകമുണ്ട്, മരണമുണ്ട്, ഖബറുണ്ട്, ഖബർ ജീവിതമുണ്ട് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടാനേ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ട് കാരണമാകുന്നതാണ്. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ നിന്ന് എന്തായാലും ഒരു ദിവസം നമ്മൾ പോകേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയാണ്. ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ഏറ്റവും മികവുറ്റതാക്കി ഉള്ള സമയത്തെ അള്ളാഹുവിന്റെ ഇഷ്ടം നോക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല ഖബർ കാണുമ്പോഴെല്ലാം അദ്ദേഹം വല്ലാതെ കരയാറുണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ തിങ്ങി നിറഞ്ഞ താടിയുണ്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ താടിയൊക്കെ കവിഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുനീർ ധാരാളമായി താഴേക്കെത്തി. അപ്പൊ അത് വല്ലാത്ത കരച്ചിലാണ്. എന്താണ് അതിന്റെ കാരണം പ്രിയപ്പെട്ടവർ? ഇന്നൽ ഖബ്റ അവ്വലു മനാസിലൽ ആഖിറ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. നിശ്ചയമായും പരലോകത്തെ ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനമാണ് ഖബർ. ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളതെല്ലാം അവന് എളുപ്പമായി തീരും. അതല്ല, ആരെങ്കിലും അതിൽ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ശേഷമുള്ളത് അതിനേക്കാൾ കടുപ്പമായിരിക്കുന്നതാണ്. ഇപ്പൊ പരലോകത്തേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ വീടാണ് ഖബർ. അവിടെ രക്ഷപ്പെട്ടോ അതിനുശേഷമുള്ളത് ഭയങ്കര എളുപ്പമായിരിക്കും. അതല്ല, അവിടെ നമുക്ക് കുടുസ്സതയാണോ, പ്രശ്നമാണോ, അവിടെ ശിക്ഷിക്കപ്പെടുകയാണോ, എന്നാൽ തീർന്നു. അതിനേക്കാൾ കടുപ്പമായിരിക്കും അതിനുശേഷം വരാനിരിക്കുന്നത്. ഇത് ഓർക്കുമ്പോ സ്വഹാബത്തൊക്കെ കരഞ്ഞിട്ടുണ്ട്. നമുക്കും കരച്ചിൽ വരും, ഓർത്താൽ നമുക്കും കരച്ചിൽ വരും അല്ലേ. സുഖമായ മെത്തയിൽ അന്തിയുറങ്ങുന്ന നമ്മൾ മെത്തയുടെയോ അല്ലെങ്കിൽ വിരിപ്പിന്റെയോ ഒരു സൗകര്യങ്ങളുടെയോ അകമ്പടിയില്ലാതെ ആ മണ്ണിൽ കിടക്കുന്നത് ഓർക്കുമ്പോ ഇനി അവിടെയുള്ളത് നമ്മുടെ അമലുകൾക്കനുസരിച്ചുള്ള രക്ഷാശിക്ഷകളൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്താൽ ഒരു വിശ്വാസിക്ക് നല്ല പ്രയാസവും നല്ല ബേജാറും ഉണ്ടാവുമെന്നാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 5 കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ രക്ഷപ്പെടണം, നന്നായി ശ്രദ്ധിക്കണം. അതിലൊന്ന് ശബാബക ഖബ്ല ഹറമിക, അല്ലേ? നിങ്ങളുടെ യൗവനം വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കണം. ഹയാതക ഖബ്ല മൗതിക, മരണം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ കൃത്യമായി വിനിയോഗിക്കണം. വസുഹതിക ഖബ്ല സഖമിക, രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വഫറാഗിക ഖബ്ല ശുഗ്ലിക, തിരക്ക് വരുന്നതിന് മുൻപേയുള്ള ഒഴിവു സമയങ്ങളെ കൃത്യമായി വിനിയോഗിക്കണം. വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പേയുള്ള നിന്റെ ധന്യതയെ, ഐശ്വര്യത്തെ നീ കൃത്യമായി വിനിയോഗിക്കണം. ഈ 5 കാര്യങ്ങൾ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ധന്യരാവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ യഥാർത്ഥ വിചാരണ വന്നെത്തുന്നതിന് മുമ്പ് സ്വയം ഒരു വിചാരണ നമുക്കൊക്കെ ആവാം. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് പറഞ്ഞില്ലേ? വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യാം. ഒരു സെൽഫ് ഇവാലുവേഷൻ അല്ലേ, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയും. സ്വയം നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിച്ച് വെക്കുക. എത്രമാത്രം പെർഫെക്റ്റ് ആണ് ഞാൻ, എത്രമാത്രം അമലുകൾ എന്റെ കൂടെയുണ്ട്, എത്രമാത്രം ധിക്കാരിയാണ് ഞാൻ, എത്രമാത്രം നിഷേധം എന്റെ കൂടെയുണ്ട്. ഇതിങ്ങനെ ഇടക്കിടക്ക് ആലോചിച്ചാൽ
നമുക്ക് തന്നെ ആരും ഒരു ഖതീബും വേണ്ട, അല്ലെങ്കിൽ ആരും ഉപദേശിക്കേണ്ട, ഒന്നും വേണ്ട. നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ നമുക്ക് അല്ലെ ദുനിയാവിലെ പല കാര്യങ്ങളും അങ്ങനെ നമ്മളൊരു ഇവാലുവേഷൻ നടത്താറുണ്ടല്ലോ. കഴിഞ്ഞ വർഷം എന്റെ വരുമാനം എത്രയാ, ഈ വർഷം വരുമാനം എവിടെയാണ് പൈസ എനിക്ക് ഏറ്റവും കൂടുതൽ ലോസ്, എവിടെയാണ് ഗെയിന്, ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ പല വിഷയങ്ങളിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അത് നന്മന്റെയും തിന്മന്റെയും വിഷയത്തിലൂടെ ആ ശ്രദ്ധ ഉണ്ടായാൽ അത് വലിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാവും. അത് നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം. ഡേ പ്ലാനും വീക്കിലി പ്ലാനും മന്ത്ലി പ്ലാനും ഇയർലി പ്ലാനും ഒക്കെ ഒരു വിശ്വാസിക്ക് നന്മയുടെ വിഷയത്തിൽ ഉണ്ടാകണം. എന്നാൽ വലിയ മാറ്റം ഉണ്ടാകും. ശിക്ഷയെ ഓർത്തുകൊണ്ട് എപ്പോഴും ഭയപ്പെടണം. രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം എന്നുള്ളതാണ്. വലിയ മാറ്റം ഉണ്ടാവും അല്ലെ. ശിക്ഷ ഉണ്ട് എന്നുള്ളൊരു സംഗതിയെ പറ്റി ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സത്യത്തിൽ നമ്മൾ ഈ ദുനിയാവിൽ തന്നെ ഇപ്പൊ റോഡ് നിയമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുസരിക്കാൻ കാരണം ഹെൽമെറ്റ് ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ജീവനെ പേടിച്ചിട്ടൊന്നുമല്ല, നിയമം പേടിച്ചിട്ടാണ്. അല്ല, കൂടുതൽ ആളുകൾ, കുറച്ച് ആളുകളെ ജീവൻ പേടിച്ചിട്ട് ഹെൽമെറ്റ് ഇടുന്നുള്ളൂ, നിയമം പേടിച്ചിട്ടാണ് നമ്മൾ ഹെൽമെറ്റ്. സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്തിനാ? നിയമം പേടിച്ചിട്ടാണ്. 500 രൂപ ഫൈന് വരുന്നു പേടിച്ചിട്ടാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് അല്ലെ. അതുപോലെ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് അനുസരിക്കാനും അതിനെ പേടിക്കാനും ഒക്കെ തന്നെയാണ്. മനുഷ്യന്മാരായ നമ്മുടെ സ്വഭാവം സൃഷ്ടാവായ പടച്ചോനേക്കാൾ വേറെ ആർക്കും കൂടുതൽ അറിയില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായി അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. എന്നിട്ടോ രക്ഷയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കുറെ ചിന്തകളാണ് ഓരോ പുതുവർഷത്തിലും നമുക്കുണ്ടാകേണ്ടത്. എങ്ങനെ ആഘോഷിച്ച് ആർഭാടമാക്കി ഇതിനെ തൊലക്കാം എന്നുള്ള ആഘോഷ ചിന്തയല്ല, ആലോചനകളാൽ സമ്പന്നമായ ചിന്തയാണ് പുതുവർഷത്തിൽ യുവാക്കളെയും നമ്മളെയും എല്ലാവരെയും നയിക്കേണ്ടത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു ആ രൂപത്തിൽ കൂടുതൽ നന്മ ചെയ്ത് ജീവിക്കാനും തിന്മകളിൽ നിന്ന് പാടെ അകന്നു നിൽക്കാനുമുള്ള ഒരു സേഫ്റ്റി, സുരക്ഷ നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി നൽകണേ തമ്പുരാനെ. നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഇതിനേക്കാൾ സന്തോഷത്തോടെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ചു ചേരാൻ വലിയ തൗഫീഖ് നാഥ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി നൽകണേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു അമലുകളും നീ അത് സ്വീകരിക്കുകയും പകരം സ്വർഗം നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, അതുപോലെ അപകട മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ നാടിനെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിൽ സുരക്ഷയും സമാധാനവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഒട്ടേറെ ആളുകൾ, കുടുംബ ബന്ധുക്കൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഗുരുജനങ്ങൾ, പ്രാസ്ഥാനിക നേതാക്കന്മാർ, ബന്ധുമിത്രാദികൾ, ഉമ്മ ബാപ്പമാർ, റബ്ബേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കണമേ. അവർക്ക് പടച്ചോനെ പരലോകത്ത് അർശിന്റെ തണലും സ്വർഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടവും നൽകി ഞങ്ങളോടൊപ്പം അവരെയും സ്വർഗത്തിൽ പ്രവേശിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين وبرحمتك يا أرحم الراحمين.